സ്ത്രീ സുരക്ഷാ വിഷയം സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ട് നിയമസഭയിൽ പ്രതിപക്ഷം അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകി. കെ മുരളീധരനാണ് നോട്ടീസ് നൽകിയത്. കഴിഞ്ഞ 10 വർഷത്തിനിടെ ലൈംഗിക കുറ്റകൃത്യങ്ങളിൽപ്പെട്ടവരുടെ പട്ടിക തയ്യാറാക്കാൻ ജില്ലാ പോലീസ് മേധാവികൾക്ക് നിർദ്ദേശം നൽകിയതായി മുഖ്യമന്ത്രി സഭയെ അറിയിച്ചു. വിവരങ്ങളുമായി സുനിൽ അരുമാനൂർ ചേരുന്നുണ്ട്. സുനിൽ, നിലവിലെ നിരവധിയായ കേസുകളുടെ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് സ്ത്രീ സുരക്ഷ ഇന്നിപ്പോൾ ചർച്ചയിലേക്ക് വരുന്നത്. എങ്ങനെയാണ് അടിയന്തര പ്രമേയ ആവശ്യങ്ങൾ എങ്ങനെയായിരുന്നു? ഒപ്പം മുഖ്യമന്ത്രി സഭയെ അറിയിച്ച കാര്യങ്ങളും. സൗമ്യ, ഇന്ന് ലോക വനിതാ ദിനം ആചരിക്കുന്ന ഒരു പശ്ചാത്തലത്തിലാണ് ഇത്തരത്തിൽ സംസ്ഥാനത്ത് സ്ത്രീകൾ സുരക്ഷിതരല്ല എന്നുള്ള കാര്യങ്ങൾ ഓരോ സ്ഥലത്തെയും സംഭവങ്ങൾ സൂചിപ്പിക്കുന്നത് എന്ന് ചൂണ്ടിക്കാട്ടി പ്രതിപക്ഷത്ത് നിന്ന് കെ മുരളീധരനാണ് അടിയന്തര പ്രമേയ നോട്ടീസ് നൽകിയിട്ടുള്ളത്. ഇപ്പോൾ ഇടയ്ക്ക് ഇടപെടുന്നു. ഇപ്പോൾ സഭയിൽ ബഹളം നടക്കുകയാണ്. അതായത് മുഖ്യമന്ത്രി ഈ വിഷയത്തിൽ മറുപടി പറയുമ്പോൾ ജിഷ കേസുമായി ബന്ധപ്പെട്ട ഒരു പരാമർശം നടത്തി. ജിഷ മരണപ്പെട്ടത് UDF സർക്കാരിൻ്റെ കാലത്താണ് എന്ന് ഉള്ള തരത്തിൽ ഒരു പരാമർശം നടത്തിയത് പ്രതിപക്ഷത്തെ പ്രകോപിപ്പിച്ചിരിക്കുകയാണ്. അത് DGP സെൻകുമാറുമായി ബന്ധപ്പെട്ട ഒരു പരാമർശം മുരളീധരൻ നടത്തിയിരുന്നു. അതിന് മറുപടിയായിട്ടാണ് മുഖ്യമന്ത്രി പറഞ്ഞത് ജിഷ കൊലപാതക കേസുമായി ബന്ധപ്പെട്ടല്ല DGP സ്ഥാനത്ത് നിന്ന് TP സെൻകുമാറെ മാറ്റിയത്. അതിന് ഉത്തരവാദി ആ കൊലപാതകയാണ്, അല്ലാതെ DGPയോ മുൻ സർക്കാരോ അല്ല എന്നാണ് മുഖ്യമന്ത്രി പരാമർശം നടത്തിയത്. ഇതിനെ തുടർന്നാണ് പ്രതിപക്ഷം ബഹളം വെച്ചത്. ഇപ്പോൾ മുഖ്യമന്ത്രി വീണ്ടും വിഷയത്തിൽ മറുപടി പറയാണ്. അതായത് 3 സംഭവങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് ഈ അടിയന്തര പ്രമേയ നോട്ടീസ് നൽകിയിട്ടുള്ളത്. ഒന്ന് പാലക്കാട് വാളയാർ 2 പെൺകുട്ടികൾ മരിച്ച സംഭവം, അതുപോലെ തന്നെ കൽപ്പറ്റയിലെ 7 പെൺകുട്ടികൾ ലൈംഗികമായി പീഡിപ്പിക്കപ്പെട്ടിട്ടുള്ള ഒരു സംഭവം. മറ്റൊന്ന് കഴിഞ്ഞ ദിവസം തന്നെ വൈദികൻ കണ്ണൂരിലെ കൊട്ടിയൂരിൽ പീഡിപ്പിച്ച് ഗർഭിണിയാക്കി എന്നുള്ള ഒരു കേസ്. ഈ 3 കേസാണ് ചൂണ്ടിക്കാട്ടിയത്. ഇതിനകത്ത് വാളയാർ സംഭവത്തിൽ പോലീസ് നിഷ്ക്രിയമായിരുന്നു എന്നുള്ള ആരോപണമാണ് കെ മുരളീധരൻ ഉന്നയിച്ചത്. ആദ്യ കുട്ടി ആത്മഹത്യ ചെയ്ത പശ്ചാത്തലത്തിൽ കേസെടുക്കുകയും തുടർ നടപടികൾ സ്വീകരിക്കുന്നതിൽ പോലീസിന്റെ ഭാഗത്തുനിന്ന് വീഴ്ചയുണ്ടായി എന്നാണ് മുരളീധരൻ പറഞ്ഞത്. ഇതിന് മറുപടിയായി മുഖ്യമന്ത്രി സഭയിൽ വ്യക്തമാക്കിയത് ആദ്യ പെൺകുട്ടിയുടെ സംഭവം ആത്മഹത്യ എന്നുള്ള നിഗമനത്തിലാണ് പോലീസ് എത്തിച്ചേർന്നത്. ആ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് അത്തരം കാര്യങ്ങളാണ് സൂചിപ്പിച്ചത്. പക്ഷേ അതിനുശേഷം പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടർ സൂചിപ്പിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ രാസപരിശോധന നടത്താനായി നടത്തുകയുണ്ടായി. ഇതിൻ്റെ റിസൾട്ട് ലഭിച്ചപ്പോഴാണ് പെൺകുട്ടി ലൈംഗികമായി പീഡിപ്പിക്കപ്പെട്ടു എന്ന് മനസ്സിലാക്കിയത്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ പോസ്കോ നിയമപ്രകാരം കേസെടുത്ത് അന്വേഷണം നടത്തുകയാണ്. എല്ലാ കേസിലെയും പ്രതികളെ നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരും. അതിന് പോലീസിന് ശക്തമായിട്ടുള്ള നിർദ്ദേശം കൊടുത്തിട്ടുണ്ട് എന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞിട്ടുള്ളത്. കാരണം ഈ സംഭവങ്ങളെല്ലാം തന്നെ ഗൗരവത്തോടു കൂടി തന്നെയാണ് സർക്കാർ കാണുന്നത്. അതുകൊണ്ട് തന്നെ ശക്തമായ നടപടി ഇക്കാര്യത്തിലെല്ലാം ഉണ്ടാകും. ഇത് സംബന്ധിച്ച് പോലീസ് ഈ 3 സംഭവങ്ങളിലും പോസ്കോ നിയമപ്രകാരം തന്നെയാണ് കേസെടുത്തിട്ടുള്ളത്. അതനുസരിച്ചുള്ള പ്രതികളെ കൂടുതൽ ചോദ്യം ചെയ്യുന്നതിനും പ്രതികളെ കണ്ടെത്തുന്നതിനുമായിട്ടുള്ള നടപടികളുമായി പോലീസ് മുന്നോട്ട് പോകുന്നു. അതുപോലെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം മുഖ്യമന്ത്രി സൂചിപ്പിച്ചത് ലൈംഗിക അതിക്രമ കേസുകളിൽ പെടുന്ന പ്രതികളുടെ ലിസ്റ്റ് കഴിഞ്ഞ 10 വർഷത്തിനുള്ളിൽ ഇത്തരം കേസുകൾ പെട്ട് ശിക്ഷ അനുഭവിക്കുന്നതും അല്ലെങ്കിൽ പുറത്തു നിൽക്കുന്നതുമായിട്ടുള്ള പ്രതികളുടെ ലിസ്റ്റ് അത് ഓരോ സ്റ്റേഷനുകളും പ്രസിദ്ധീകരിക്കുമെന്നുള്ളത് നേരത്തെ തന്നെ നയപ്രഖ്യാപന പ്രസംഗത്തിൽ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ഇത്തരത്തിൽ ലിസ്റ്റ് തയ്യാറാക്കുന്നതിന് വേണ്ടി എല്ലാ ജില്ലാ സൂപ്രണ്ടുമാർക്കും നിർദ്ദേശം നൽകിയെന്നും മുഖ്യമന്ത്രി സഭയിൽ വ്യക്തമാക്കുകയുണ്ടായി. ഇപ്പോഴും മുഖ്യമന്ത്രി ഈ വിഷയത്തിൽ സഭയിൽ മറുപടി പറയുകയാണ്. സൗമ്യ, സുനിൽ അരുമാനൂരാണ് വിവരങ്ങൾ നൽകിയത്. സ്ത്രീ സുരക്ഷ സംബന്ധിച്ചാണ് അടിയന്തര പ്രമേയം ഇന്നിപ്പോൾ മുരളീധരൻ MLA അതിന് നോട്ടീസ് നൽകിയത്. മുഖ്യമന്ത്രി മറുപടി പറയുകയാണ് ഈ വിഷയത്തിൽ സഭയിൽ.